അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൽ ലിസാനിൽ അൽ ഹിവാറു എന്നുള്ള പാഠത്തിൽ ഇങ്ങനൊരു പ്രവർത്തനം പേജിൽ കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇതിൻ്റെ ഒരു മോഡൽ ഇൻഷാ അല്ലാഹ് വീഡിയോയ്ക്ക് ശേഷം മറ്റൊരു വീഡിയോയിൽ കാണിക്കും. അപ്പോൾ അതിൽ വലത് ഭാഗത്ത് കാണുന്നത് പുരുഷന്മാർക്കും ഇടത് കാണുന്നത് സ്ത്രീകൾക്കുമുള്ളതാണ്. അതായത് പുരുഷന്മാരാണെങ്കിൽ അവിടെ എങ്ങനെ പറയും, സ്ത്രീകളാകുമ്പോൾ ആ സ്ഥലത്ത് എങ്ങനെ പറയും എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ വ്യത്യാസം അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ പരീക്ഷയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഞാൻ ഇൻഷാ അല്ലാഹ് വിട്ടുതരും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ വരി ഒന്ന് വായിക്കാം. നല്ലഫത്ത് ജുമാനത്തു അൽ അസ്നാന. ഇവിടെ സ്ത്രീയാണ്. ശരിക്കും ഇവിടെ ആദ്യം പുരുഷനും പിന്നെ സ്ത്രീയാണ് പറയേണ്ടത്. ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്തപ്പോൾ ചേഞ്ച് ചെയ്തതാണ്. നല്ലഫത്ത് ജുമാനത്തു, അല്ലെങ്കിൽ ഇവിടുന്ന് വായിക്കാം. നല്ലഫ ജുനൈദുൻ അൽ അസ്നാന. നല്ലഫ വൃത്തിയാക്കി. നല്ലഫ ജുനൈദുൽ അൽ അസ്നാന. ജുനൈദ് പല്ലുകൾ വൃത്തിയാക്കി. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്താ? ഇവിടെ ഫിഅൽ വന്നു എന്നുള്ളൂ. ഇനി ഇങ്ങോട്ട് നോക്കാം. സ്ത്രീ ആകുമ്പോൾ എങ്ങനെ പറയും? നല്ലഫത്ത് ജുമാനത്തു അൽ അസ്നാന. ഇവിടെ വ്യത്യാസം വന്നത് ഒന്ന് ഫിഅലിലാണ് അല്ലേ? ഫിഅൽ വ്യത്യാസപ്പെടാനുള്ള കാരണം അത് ഇവിടെയുള്ള പേരുകളാണ്. ഇവിടെ ജുമാനയാണ്, ഇവിടെ ജുനൈദാണ്. ഇവിടെ പുരുഷനും ഇവിടെ സ്ത്രീയും. അപ്പം നല്ലഫത്ത് എന്ന് പറയണമെങ്കിൽ തൊട്ടടുത്തുള്ള എന്തായിരിക്കണം? ഒരു സ്ത്രീ ആയിരിക്കണം. അതായത് ഇവിടെ നല്ലഫ എന്ന് പറഞ്ഞു, നമ്മൾ സർഫാക്കുമ്പോൾ നല്ലഫ നല്ലഫ നല്ലഫു. ഇനി പറയാൻ പോകുന്ന സ്ത്രീക്കല്ലേ നല്ലഫത്ത്. അവളൊരു സ്ത്രീ വൃത്തിയാക്കി. അപ്പം നല്ലഫത്ത് ജുമാനത്തു അൽ അസ്നാന. ജുമാന പല്ലുകൾ വൃത്തിയാക്കി. ഇനി 2. യക്തുബു ത്വാലിബു അദ്ദർസ. യക്തുബു ത്വാലിബു അദ്ദർസ. എന്താ അർത്ഥം? വിദ്യാർത്ഥി പാഠം എഴുതുന്നു. വിദ്യാർത്ഥി പാഠം എഴുതുന്നു. ഇനി ഇവിടെ ഉള്ള വ്യത്യാസം നോക്കിക്കോ. തക്തുബു ത്വാലിബത്തു അദ്ദർസ. വിദ്യാർത്ഥിനി പാഠം എഴുതുന്നു. ഇവിടെ രണ്ടുപേരും എഴുതുകയാണ്. ഇവിടെ വ്യത്യാസം എന്താണ്? ആ ഫിഅലിലാണ്, ആ ക്രിയയിലാണ് വ്യത്യാസം വരുന്നത്. പുരുഷനാണെങ്കിൽ യക്തുബു എന്നും സ്ത്രീ ആണെങ്കിൽ അവിടെ തക്തുബു. കണ്ടില്ലേ? സ്ത്രീ ആണെങ്കിൽ അവിടെ ആണ് തക്തുബു. യക്തുബു യക്തുബാനി യക്തുബൂന. തക്തുബു സ്ത്രീക്കല്ലേ? അപ്പോൾ മുഅന്നസ് മുഫ്രദാണ്. തക്തുബു ത്വാലിബത്തു അദ്ദർസ. ഇവിടെ ത്വാലിബത്തു വിദ്യാർത്ഥിനിയാണ്. ഇവിടെ ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. ആ ത്വാലിബത്തു വിദ്യാർത്ഥിനി. അപ്പോൾ വിദ്യാർത്ഥിനി പാഠം എഴുതുന്നു. ഇനി അടുത്തത് ജുനൈദുൻ വ ഖാലിദുൻ ഖറഅ ജരീദത്തുൽ യൗമി. ജുനൈദും ഖാലിദും ദിനപത്രം വായിക്കുന്നു. അവർ രണ്ടുപേരും ദിനപത്രം വായിക്കുന്നു. അപ്പോൾ ഇവിടെ 2 ആളുകളുണ്ട് അല്ലേ? ജുനൈദും ഖാലിദും ഉണ്ട്. അവിടെ ഉപയോഗിച്ച ഫിഅൽ ഏതാണ്? ഖറഅ. അവർ 2 പേര് വായിച്ചു എന്നാണ്. ഖറഅ അവനൊരു പുരുഷൻ വായിച്ചു. നീട്ടാൻ കൊടുത്താൽ ഖറഅ അവർ 2 പുരുഷന്മാർ വായിച്ചു. അവർ 2 പേരും ദിനപത്രം വായിച്ചു. ഇനി ഇവിടേക്ക് പോകാം. ഇവിടെ വ്യത്യാസം നോക്കൂ. ജുമാനത്തുൻ ജുമാനത്തു വ ലബീബത്തു ഖറഅത ജരീദത്തുൽ യൗമി. ജുമാനത്തുൻ വ ലബീബത്തൻ വ ലബീബത്തുൻ എന്നുണ്ട്. ജുമാനത്തുൻ വ ലബീബത്തുൻ ഖറഅത ജരീദത്തുൽ യൗമി. ഇവിടെ
ലബീബയും ജുമാനയും അവർ രണ്ടുപേരും ദിനപത്രം വായിച്ചു. ഇവിടെ സ്ത്രീകളാണ് രണ്ടുപേരും, അതുകൊണ്ട് അവിടെ മുസന്നയാണ് എടുക്കേണ്ടത്. മുഅന്നസിൽ മുസന്ന. ഖറഅ ഖറഅ ഖറഉ ഖറഅത് ഖറഅത ഖറഅത. കണ്ടില്ലേ? ഇവിടെ ഖറഅത എന്നാണ് വേണ്ടത്, തെറ്റിപ്പോയതാണ്. ജുമാനത്തുൻ വ ലബീബത്തുൻ ഖറഅത ജരീദത്തുൽ യൗമി. ജുമാനയും ലബീബയും ദിനപത്രം വായിച്ചു. ഇനി അൽ ഔലാദു ഖറഉ അൽ ഖുർആന. ഇവിടെ അൽ ബനാത്തു ഖറഇനൽ ഖുർആന. ഇവിടെ പുരുഷന്മാരാണ് കൊടുത്തിട്ടുള്ളത്. അൽ ഔലാദു ആൺകുട്ടികൾ, ഖറഉ അവർ പാരായണം ചെയ്തു, അൽ ഖുർആന ഖുർആൻ. ആൺകുട്ടികൾ ഖുർആൻ പാരായണം ചെയ്തു. ഇവിടെ ഫിഇൽ നോക്കൂ, ജം ആണ്, ബഹുവചനാണ്. കാരണം കുറേ പേരുണ്ട്. അൽ ഔലാദു ആൺകുട്ടികൾ എന്നല്ല പറഞ്ഞത്, അതുകൊണ്ട് ഫിഇലും ജം ആയിരിക്കണം. ഇനി ഇവിടെ നോക്കൂ, അൽ ബനാത്തു പെൺകുട്ടികൾ, ഖറഅന അൽ ഖുർആന. ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ ഖറഅന ജംഉ മുഅന്നസാണ്, ഇവിടെ ജംഉ മുദക്കറാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിഇലുകൾ ഇവിടെ എന്താണോ കൊടുക്കുന്നത്, ഇത് ബഹുവചനാണെങ്കിൽ ഇത് ബഹുവചനം. കണ്ടില്ലേ? അത് പുരുഷനാണെങ്കിൽ എന്ത് ചെയ്യണം? ജംഉ മുദക്കറായിരിക്കണം. സ്ത്രീ ആണെങ്കിൽ ജംഉ മുഅന്നസ്. ഇനി അടുത്തത് ഹമീദുൻ വ ഷാക്കിറുൻ. ഹമീദുൻ ഷാക്കിറും യദ്ഹബാനി ഇലൽ മദ്രസത്തി. അവർ രണ്ടുപേരും മദ്രസയിലേക്ക് പോകുന്നു. ഹമീദും ഷാക്കിറും അവർ രണ്ടുപേരും മദ്രസയിലേക്ക് പോകുന്നു. ഇനി ഇവിടെ നോക്കാം, സാജിദത്തുൻ വ ജമീലത്തുൻ. സാജിദയും ജമീലയും തദ്ഹബാനി ഇലൽ മദ്രസത്തി. അവർ രണ്ടുപേരും മദ്രസയിലേക്ക് പോകുന്നു. ഇവിടെ കൊടുത്ത ഫിഇൽ നോക്കൂ, യദ്ഹബാനി. ഇവിടെയോ തദ്ഹബാനി. സ്ത്രീ ആണെങ്കിൽ താവും, പുരുഷനാണെങ്കിൽ യാവും. യദ്ഹബാനി, യദ്ഹബു യദ്ഹബാനി. ഇവിടെയോ നമ്മൾ സറഫാക്കി വെക്കാം, യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന. മുദക്കർ കഴിഞ്ഞു. തദ്ഹബു തദ്ഹബാനി. അപ്പോൾ മുസന്ന മുഅന്നസ് മുസന്നയാണ്. മുഅന്നസിൽ രണ്ടാമത്തത് മുസന്നയാണ് വരുന്നത്. ഇനി അടുത്തത് അൽ മുവല്ലഫൂന യർജിഊന മിനൽ മസ്നഇ. ഉദ്യോഗസ്ഥർ ഫാക്ടറിയിൽ നിന്നും മടങ്ങുന്നു. അപ്പോൾ അൽ മുവല്ലഫൂന ജം ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? യർജിഉ യർജിആനി യർജിഊന. യർജിഉ എന്നതാണ് മുലാരി മുഫ്രദ്. യർജിആനി യർജിഊന. അപ്പോൾ ഇതും ജമാക്കി ഇതും ജമാക്കി. മിനൽ മസ്നഇ ഫാക്ടറിയിൽ നിന്നും ഉദ്യോഗസ്ഥർ മടങ്ങുന്നു. ഇനി സ്ത്രീകളാവുമ്പോൾ അൽ മുവല്ലഫാത്തു യർജിഅന മിനൽ മസ്നഇ. അവിടെ എന്താണ്? അൽ മുവല്ലഫാത്തു യർജിഅന മിനൽ മസ്നഇ. ഉദ്യോഗസ്ഥകൾ ഫാക്ടറിയിൽ നിന്നും മടങ്ങുന്നു. ഉദ്യോഗസ്ഥകൾ ഫാക്ടറിയിൽ നിന്നും മടങ്ങുന്നു. ഇവിടെ കണ്ടില്ലേ, അൽ മുവല്ലഫാത്തു എന്നാണ് പറയേണ്ടത്. പുരുഷന്മാരാകുമ്പോൾ അൽ മുവല്ലഫൂന ഉദ്യോഗസ്ഥർ, ഉദ്യോഗസ്ഥകൾ. പിന്നെ യർജിഅന, യർജിഉ യർജിആനി യർജിഊന, തർജിഉ തർജിആനി യർജിഅന. ആ ജംഉ മുഅന്നസാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ജംഉ മുദക്കറും. ഇനി ഇതും അതിനെ അർത്ഥം. ഇവിടെ ഉദ്യോഗസ്ഥകളാണ്, ഇവിടെ ഉദ്യോഗസ്ഥരാണ്. അടുത്തത് യാ അഖീ എൻ്റെ സഹോദര, ഹൽ ഷരിബത തൽബീനത നീ പായസം കുടിച്ചോ?
ഇതാരോട് പറയുന്നതാണ്? സഹോദരനോടാണ്. യാ അഖി, എൻ്റെ സഹോദര, ഹൽ ഷരീബത്ത തൽബീനത്ത, നീ പായസം കുടിച്ചോ? ഇനി ഇവിടെ നോക്കൂ, യാ ഉഖ്തി, എൻ്റെ സഹോദരി, ഹൽ ഷരിബത്തി തൽബീനത്തൻ, നീ പായസം കുടിച്ചോ? ഇവിടെ എന്താ വ്യത്യാസം? ഷെരിബത്ത പുരുഷനാകുമ്പോൾ ഷെരിബത്ത, സ്ത്രീ ആകുമ്പോൾ ഷെരിബത്തി. ഇവിടെയാണ് കിടക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ഒരു സഹോദരനോട് പറയണം ഷെരിബത്തി, അല്ല ഷെരിബത്ത പുരുഷനാണെങ്കിൽ, സ്ത്രീ ആണെങ്കിലോ ഷെരിബത്തി, നീ കുടിച്ചോ? അപ്പോൾ ഇവിടെ നോക്കുക. ഇനി അടുത്തത് യാ അമാനു വയാ സലീമു. ഇവിടെ അലിഫ് വിട്ടുപോയതാണ്. യാ അമാനു വയാ സലീമു ഹൽ ഖറഅതുമൽ ഖുർആന. രണ്ടുപേരോടും ചോദിക്കുകയാണ്, അമാൻ, സലീം, നിങ്ങൾ രണ്ടുപേരും ഖുർആൻ ഓതിയോ? രണ്ടും പുരുഷന്മാരല്ലേ? അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഖറഅതുമ ഓതിയോ? ഹൽ ഖറഅതുമ, നിങ്ങൾ രണ്ടുപേരും ഓതിയോ? ഇനി ഇവിടെ നോക്കാം, യാ ഹിബത്തു വയാ ഫാത്തിമത്തു ഹൽ ഖറഅതുമ അൽ ഖുർആന. ഇവിടെ എന്താ വ്യത്യാസം? പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. ഫെയിലൊക്കെ രണ്ടും ഒന്നാണ്. മുസന്ന ആയതുകൊണ്ട് രണ്ടും ഒരേ ഫെയിലാണ്, രണ്ടും മുസന്നയാണ്. ഖറഅ ഖറഅ ഖറഉ, ഖറഅത്ത് ഖറഅത ഖറഅന, ഖറഅത ഖറഅതുമ. അതിൻ്റെ മുസന്നയാണ്, മുദക്കർ മുസന്ന. ഇവിടെ കേട്ടോ, ഖറഅത്തും ഖറഅത്തി ഖറഅതുമ, അതാണ് ഇവിടെ ഉള്ളത്. രണ്ടും ഒരേപോലെ തന്നെയാണ്. അടുത്തത് യാ അയ്യുഹൽ ഔലാദു ഹൽ സ്വല്ലൈതുമുസ് സുബ്ഹ. പറയണം, ആൺകുട്ടികളെ, നിങ്ങളെല്ലാവരും സുബ്ഹ് നിസ്കരിച്ചോ? ഇവിടെ കണ്ടോ, കുട്ടികൾ, ആൺകുട്ടികളോടാണ്. അപ്പോൾ കുറേ പേരുണ്ടായതുകൊണ്ട് സ്വല്ലൈതുമുസ് സുബ്ഹ, നിങ്ങൾ സുബ്ഹ് നിസ്കരിച്ചോ? ഹൽ സ്വല്ലൈതുമുസ് സുബ്ഹ. ഇനി ഇവിടെ നോക്കൂ, യാ അയ്യത്തുഹൽ ബനാത്തു, ഈ പെൺകുട്ടികളെ, ഹൽ സ്വല്ലൈതുന്ന സുബ്ഹ, നിങ്ങൾ സുബ്ഹ് നിസ്കരിച്ചോ? അവിടെ സ്വല്ലൈതുന്ന, സ്വല്ല സ്വല്ലയാ സ്വല്ലൗ, സ്വല്ലത്ത് സ്വല്ലത്താ സ്വല്ലൈന, സ്വല്ലൈത്ത സ്വല്ലൈത്തുമാ സ്വല്ലൈത്തും, സ്വല്ലൈത്തി സ്വല്ലൈത്തുമാ സ്വല്ലൈത്തുന്ന. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ സ്വല്ലൈത്തും, സ്വല്ലൈത്ത സ്വല്ലൈത്തുമാ സ്വല്ലൈത്തും, അതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഹാദറായ ജംഅ് മുദക്കറാണ്, ഇവിടെ ഹാദറായ ജംഅ് മുഅന്നസ്. ഇവിടെ ഹല്ല് വരുമ്പോൾ തന്നെ മനസ്സിലാകും ഹാദറാണെന്ന് വരാൻ പോകുന്നത്. കാരണം മുമ്പിലുള്ള ഒരാളോടല്ലേ ചോദിക്കുള്ളൂ. ഇനി അടുത്തത് യാ മുജീബു മത്താ തദ്ഹബു ഇലാ ദുബൈ. മുജീബെ, നീ എപ്പോഴാണ് ദുബായിലേക്ക് പോകുന്നത്? അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? മുജീബിനോടല്ലേ ചോദിക്കുന്നത്. മത്താ തദ്ഹബു, യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി യദ്ഹബുന തദ്ഹബു. ആ തദ്ഹബു ആണ് ഇവിടെ ജംഉ മുഅന്നസ്, ജംഉ മുദക്കർ ഹാദിർ. ഇനി ഇവിടെ യാ ജമീലത്തു, ജമീല, മത്താ തദ്ഹബീന ഇലാ ദുബൈ, നീ എപ്പോഴാണ് ദുബൈയിലേക്ക് പോകുന്നത്? ഇവിടെയോ യദ്ഹബു സർഫാക്ക, യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി യദ്ഹബുന, തദ്ഹബു തദ്ഹബാനി തദ്ഹബൂന തദ്ഹബീന. അതാണ് ഇവിടെ ഉള്ളത് ജംഅ് മുഅന്നസ് ഹാദിർ. ഇനി അടുത്തത് യാ അഖവായ മതാ തർജിആനി മിനൽ മസ്ജിദി. ഇവിടെ എന്താണ്? എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ രണ്ടുപേരും പള്ളിയിൽ നിന്ന് മടങ്ങുന്നത് എപ്പോഴാണ്? ഇവിടെ രണ്ട് സഹോദരങ്ങളാണ്. അപ്പോൾ മതാ തർജിആനി, രണ്ട് പേരുണ്ടല്ലോ, സ്ഥലത്തുള്ള രണ്ട് പേരോട് ഇർജിഉ ഇർജിആനി ഇർജിഊന, തർജിഉ തർജിആനി ഇർജിഅന, തർജിഉ തർജിആനി തർജിഊന, തർജിആനി തർജിഉ തർജിആനി. അതാണ് ഇവിടെ ഉള്ളത് കേട്ടോ.
മുസന്നയാണ്, മുദക്കർ മുസന്ന ഹാദിർ. ഇനി ഇവിടെ നോക്കൂ, യാ ഉഖ്തായ, എൻ്റെ 2 സഹോദരിമാരെ. മത്താ തർജിആനി മിനൽ മദ്രസത്തി, എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ 2 പേരും മദ്രസയിൽ നിന്ന് എപ്പോഴാണ് മടങ്ങുന്നത്? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ തർജിആനി, രണ്ടും ഒരുപോലെ തന്നെയാണ്, പക്ഷെ ഫീലിൽ വ്യത്യാസമുണ്ട്. ഇനി അവസാനത്തത്, യാ ഔലാദി, എൻ്റെ ആൺകുട്ടികളെ. ഹൽ തൽഅബൂന, നിങ്ങളെല്ലാവരും കളിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ തൽഅബൂന ജംഅ് മുദക്കർ ഹാദിറാണ്. ഇനി ഇവിടെ നോക്കൂ, യാ ബനാത്തി, എൻ്റെ പെൺകുട്ടികളെ. ഒരു കൂട്ടം പെൺകുട്ടികളുണ്ട്, ഇവിടെ ഒരു കൂട്ടം ആൺകുട്ടികളാണ്. യാ ബനാത്തി, ഈ പെൺകുട്ടികളെ, എൻ്റെ പെൺകുട്ടികളെ. ഹൽ തൽഅബ്ന, നിങ്ങളെല്ലാവരും കളിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ വ്യത്യാസം ഫിയലാണ്, ഇവിടെ ജംഅ് മുഅന്നസ് ഹാദിറാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാണെങ്കിൽ ആ സർഫ് പഠിച്ചാലുള്ളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.